നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നടപടികൾ കടുപ്പിച്ച് കുവൈറ്റിന് പിന്നാലെ വിവിധ മേഖലകളിൽ നിന്നും പ്രവാസികളെ ഒഴിവാക്കാനൊരുങ്ങി ഒമാനും രംഗത്ത്. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിലടക്കം വിവിധ തസ്തികകളിൽ നിന്നും പ്രവാസികളെ ഒഴിവാക്കുന്നു. ഇൻഷുറൻസ് കമ്പനികളിലെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികകൾ, ബ്രോക്കറേജ് ജോലികൾ, മോളുകളിലെ സാധനങ്ങൾ തരംതിരിക്കൽ, വിൽപ്പന, അക്കൗണ്ടിംഗ്, മണി എക്സ്ചേഞ്ച്, വാഹന ഏജൻസികളിലെ അക്കൗണ്ടിംഗ് ജോലികൾ, വാഹനങ്ങളുടെ വിൽപ്പന, ഓഡിറ്റിംഗ് തുടങ്ങിയ ജോലികളിൽ സ്വദേശികളെ മാത്രമേ ഇനി മുതൽ നിയമിക്കുകയുള്ളൂ. ഈ ജോലികളിൽ വിദേശികൾക്ക് പൂർണ്ണമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപന രംഗത്തും ഇനി മുതൽ വിദേശികൾക്ക് അവസരം നൽകുകയില്ലെന്ന് ഒമാൻ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരുടെ വിസ കാലാവധി കഴിഞ്ഞാൽ പുതുക്കി നൽകില്ല. പുതിയ ഉത്തരവ് നിരവധി മലയാളി പ്രവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയ മേഖലകളിലെല്ലാം വിവിധ തസ്തികകളിലായി നിരവധി മലയാളികളാണ് ജോലി ചെയ്തു വരുന്നത്. വിസ പുതുക്കി നൽകിയില്ലെങ്കിൽ ആയിരക്കണക്കിന് പേർക്കായിരിക്കും ജോലി നഷ്ടപ്പെടുക. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ സ്വദേശിവൽക്കരണം ശക്തമായ സാഹചര്യത്തിൽ പൊതുമേഖലയിൽ പ്രവാസികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നീക്കം നടത്തുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഇതുവഴി പൊതുമേഖലാ ജോലികളിൽ 100% സ്വദേശിവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി സിവിൽ സർവീസ് ബ്യൂറോ പദ്ധതി തയ്യാറാക്കിയതായി വാണിജ്യ വ്യാപാര മന്ത്രി ഫൈസൽ അൽ മദ്ലിജ് പറയുകയുണ്ടായി. 2 വർഷത്തിനകം 5 മേഖലകളിൽ സ്വദേശിവൽക്കരണം പൂർണ്ണമാക്കും. വിദ്യാഭ്യാസം, ക്രിമിനൽ ഫോറൻസിക് എന്നിവയിൽ 97% സ്വദേശിവൽക്കരണം ഉണ്ടാകും. ഏറ്റവും കുറവുള്ള കാർഷിക മേഖലയിൽ ഇത് 75%. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.